പോലീസ് പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, അതിരുവിട്ട അക്രമമാണ്, യുവാക്കളുടെ നേതൃത്വത്തിലാണ്, ലഹരിയൊക്കെ ഉപയോഗിച്ചാണോ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായതായി പറയുന്നു. വിവരങ്ങൾ. ലഹരിയും അതിക്രമങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള വാർത്തകൾ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്നതിനിടെയാണ് എറണാകുളം ചെല്ലാനത്തിനടുത്ത് കണ്ണമാലിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസമാണ് സംഭവം. യുവാക്കൾ ലഹരിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആദ്യം ഇവർ ചില വീടുകളിലെ ചെടിച്ചട്ടികളും മറ്റും എറിഞ്ഞുടയ്ക്കുകയായിരുന്നു, എടുത്തു മാറ്റുകയായിരുന്നു ചെയ്തത്. നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ നാട്ടുകാരുമായി വാഗ്വാദവും ആക്രോശവും ഒക്കെ തുടർന്നാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തിയതോടെ നാട്ടുകാരുമായി സംഘർഷമുണ്ടായി. നാട്ടുകാരും ഈ സംഘവും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് എത്തിയതോടെ പോലീസിനെ നിരക്കായി ഇവരുടെ ആക്രോശം. ഒപ്പം പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനിടെ ഈ ആളുകൾ വീഴുകയും മറ്റും ചെയ്യുന്നുണ്ട്. പോലീസുകാരെ പിടിച്ചു മാറ്റാൻ പരമാവധി ശ്രമിച്ചു. എങ്കിലും ഏറെ പണിപ്പെട്ടാണ് പൂർണ്ണമായും ഇവരെ എല്ലാവരെയും പിടിച്ചു മാറ്റാൻ സാധിച്ചത്. മാത്രമല്ല പോലീസ് അങ്ങേറ്റം സമീപനം പാലിക്കുകയും ചെയ്തു. ആ നിലത്ത് വീടുകിടക്കുന്ന ആളെയൊക്കെ വളരെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എടുത്തുയർത്തി മാറ്റി പറഞ്ഞുവിടാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സാധിച്ചില്ല. തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഘർഷത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് കണ്ണമാലി പോലീസ് അറിയിച്ചത്. വീടുന്നതിന്റെ സാധനം ഉറുപ്പേരുള്ള MGM മൂക്കിൽ വെക്കുന്ന സംഭവത്ത് പൈസ കണ്ട വണ്ടി കൊണ്ടൊക്കെ നല്ല എടുത്തിട്ടുണ്ടല്ലോ.
ഡാൻസ് ഓഫ് ടീമും കടക്കൽ പോലീസും ചേർന്നാണ് ലഹരിവേട്ട നടത്തിയത്. ലിജോ റോളൻസ് ചേർന്നു. ലിജോ, വിശദാംശങ്ങൾ. ധന്യ, ഒരു ലോറിയിൽ കടത്തിക്കൊണ്ടുവരുന്ന ലഹരിയാണ് ഇപ്പോൾ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 9:30 കഴിഞ്ഞപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് കടക്കൽ ബസ് സ്റ്റാൻഡിനകത്ത് വെച്ചാണ് ഈ ലോറി പിടികൂടിയിരിക്കുന്നത്. കർണാടക രജിസ്ട്രേഷനിലുള്ള ഒരു ലോറിയാണ് പിടികൂടിയിരിക്കുന്നത്. ചടയമംഗലത്ത് വെച്ച് പോലീസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഏകദേശം 9:30 കഴിയുന്ന സമയത്ത് ചടയമംഗലത്ത് വെച്ച് പോലീസിന്റെ പരിശോധന സമയത്ത് ഈ ലോറി കൈ കാണിച്ചു. പക്ഷെ അത് നിർത്തിയില്ല. തുടർന്ന് പോലീസ് സംഘവും ഡാൻസ് ഓഫ് സംഘവും ഈ ലോറി പിന്തുടർന്ന് കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. പരിശോധിച്ച് അത് അതിന്റെ ടാർപോളിൽ മാറ്റി നോക്കുന്ന സമയത്ത് ആദ്യം കണ്ടത് വാട്ടർ പ്യൂരിഫയറിന്റെ പെട്ടികൾ അടുക്കി വെച്ചേക്കുന്നതായിരുന്നു. അപ്പൊ അതിൽ സംശയം തോന്നിയ ഈ പോലീസ് സംഘം ആ പെട്ടികൾ മാറ്റി നോക്കുമ്പോഴാണ് എത്ര ചാക്കെന്നുള്ളത് കൃത്യം കണക്ക് ഇതുവരെയും എടുത്ത് തീർന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ചാക്കുകളിലായിരുന്നു ഇത്തരത്തിൽ ഈ പാൻ മസാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. ഒപ്പം തന്നെ ഇതുവരെയുള്ള പരിശോധനയിൽ ഏകദേശം 1/2 കിലോയിലധികം കഞ്ചാവും പിടികൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഏകദേശം 10 കോടിയോളം രൂപ വില വരും എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഏകദേശ വില കണക്കാക്കിയിട്ട് പോലീസ് സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനം ഓടിച്ചിരുന്നത് ഒരു മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. ഇയാളെ